കൃഷ്ണനാട്ടം വൈഷ്ണവ ഭക്തി പ്രസ്ഥാനം ഭാരതത്തിലെമ്പാടും പ്രചാരമായി തീർന്ന് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് അതിൻ്റെ പ്രതിധ്വനികൾ കേരളത്തിലെത്തുന്നത്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്ന ഒരു സംസ്കാരം തന്നെ ഉണ്ടാവുന്നത് വളരെ കഴിഞ്ഞിട്ടാണ്. അതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന അമ്മ ദൈവങ്ങൾ, കാവുകൾ, അതുമായി ബന്ധപ്പെട്ട ആരാധനകൾ, ഇതൊക്കെ വളരെ പ്രബലമായിരുന്ന ഒരു സംസ്കാരത്തിൽ നിന്ന് ക്ഷേത്ര സംസ്കാരത്തിലേക്ക് ഇവിടുത്തെ ഒരു ആരാധനക്രമം വഴിമാറുന്നതോട് കൂടി ഇവിടെ വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഏതാണ്ട് അതേ കാലത്തോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടോ 16-ാം നൂറ്റാണ്ടിലാണ് എഴുത്തച്ഛൻ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ രാമായണവും മഹാഭാരതവും ഭാഗവതവും ഒക്കെ തർജ്ജിമ ചെയ്യുന്നത് മലയാളത്തിലേക്ക്. അദ്ദേഹത്തിൻ്റെ ഹരിനാമകീർത്തനം ഒപ്പം വരുന്നു. അപ്പോൾ വൈഷ്ണവ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ സാഹിത്യ രൂപങ്ങളായി രാമായണവും ഭാരതവും ഭാഗവതവും ഒക്കെ കടന്നു വരുന്നത്, മലയാളത്തിൽ പ്രതിഷ്ഠിതമാവുന്നത്, കേരളക്കരയിൽ പ്രതിഷ്ഠിതമാവുന്നത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ പരിഭാഷയോട് കൂടിയിട്ടാണ്. അപ്പോൾ 16-ാം നൂറ്റാണ്ടാണ് വാസ്തവത്തിൽ ഭാഷാപരമായ ഒരു അസ്തിത്വം, നിലനിൽപ്പ് കേരളത്തിന് സമ്മാനിക്കുന്നത്. അതിനു മുമ്പും ഭാഷയുടെ സ്വാധീനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ കേരളം മുഴുവൻ അംഗീകരിക്കപ്പെടുന്ന, സമ്മതമാവുന്ന ഒരു ഭാഷാ സംസ്കാരം ഇവിടെ സുശക്തമായിത്തീരുന്നത് എഴുത്തച്ഛൻ്റെ ഈ പരിഭാഷകളോട് കൂടിയിട്ടാണ്. രാമായണവും ഭാരതവും ഒക്കെ എല്ലാ ഇടത്തരം ഗൃഹങ്ങളിലും, ഹൈന്ദവ ഗൃഹങ്ങളിലും വായിക്കപ്പെടുകയും അത് ആസ്വദിക്കപ്പെടുകയും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരു കാലത്തിലേക്ക് എത്തുന്നതോടുകൂടി കേരളം എന്നത് ഒരു ഭാഷാ സ്വത്വമായി മാറുന്നു. അതിനു മുമ്പും കേരളത്തിൽ മലയാളത്തിൻ്റെ പല ശീലുകളും പല അനുഭവങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടെങ്കിൽ പോലും അതിന് ഇത്ര പ്രൗഢമായ ഒരവസ്ഥ സംജാതമാവുന്നത് എഴുത്തച്ഛൻ്റെ വരവോട് കൂടിയിട്ടാണ്. ഈ 16-ാം നൂറ്റാണ്ടിൽ എഴുത്തച്ഛൻ ഇതൊക്കെ എഴുതുന്നതോട് കൂടിയിട്ട്, ഇതൊക്കെ പരിഭാഷകളായി വരുന്നതോടുകൂടി, ഇത് കേരളത്തിൽ വമ്പിച്ച പ്രചാരം നേടുന്നതോടുകൂടി, വമ്പിച്ച സമ്മതി ആർജിക്കുന്നതോടുകൂടി 17-ാം നൂറ്റാണ്ടാവുമ്പോഴേക്കും നമ്മുടെ കലാസംസ്കൃതിയിൽ വലിയ പരിവർത്തനങ്ങളുണ്ടാവുന്നുണ്ട്. ആ പരിവർത്തന ദശയിൽ ഉണ്ടായ ഒരു നൃത്തകലയാണ് കൃഷ്ണനാട്ടം. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥകളാണ് പല എപ്പിസോഡുകളായി, പല ദൃശ്യഖണ്ഡങ്ങളായി അരങ്ങിൽ അവതരിപ്പിച്ചു പോരുന്നത്. ഈ കൃഷ്ണാട്ടം മാനവേദ മഹാരാജാവിൻ്റെ കൃഷ്ണഗീതി എന്ന സാഹിത്യ ഗ്രന്ഥത്തെ, ശ്രീകൃഷ്ണ കഥകളെ ശ്ലോകങ്ങളായും പദങ്ങളായും സംഭാഷണങ്ങളായും ഒക്കെ ചിത്രീകരിക്കുന്ന വളരെ സംസ്കൃത പദബഹുലമായ കൃഷ്ണഗീതിയെ ആസ്പദിച്ചാണ് കൃഷ്ണനാട്ടം കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ, വിശേഷിച്ച് ഉത്തര കേരളത്തിലൊക്കെ ഇത് പ്രഫുല്ലമായിത്തീരുന്നത്. മധ്യകേരളത്തിൽ എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വളരെ തെളിവുകളില്ല. ഏതായാലും സാമൂതിരി രാജാവിൻ്റെ, അദ്ദേഹത്തിന് സ്വാധീനമുണ്ടായിരുന്ന, അദ്ദേഹത്തിന് വളരെയധികം പ്രതാപമുണ്ടായിരുന്ന പ്രദേശങ്ങളിലെല്ലാം കൃഷ്ണനാട്ടം കളിക്കുക, അത് ക്ഷേത്രങ്ങളിലായാലും അത് വലിയ മനകളിലായാലും വലിയ പ്രഭുഗൃഹങ്ങളിലായാലും ഒക്കെ കൃഷ്ണനാട്ടം കളിക്കുക എന്നുള്ളത് അത് ഒരു ഭഗവത് പ്രീതിക്കായും അതൊരു കാഴ്ചയ്ക്കായും അതൊരു ലാവണ്യ സംസ്കാരവുമായും ഈ കേരളത്തിൽ വളർന്നു വന്നു. അത് 17-ാം നൂറ്റാണ്ടിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ കൃഷ്ണനാട്ടം എന്ന് പറയുന്നത് നൃത്തപ്രധാന കലയാണ്. അതിൽ നാട്യം പ്രധാനമല്ല. അതിൽ വാദ്യം ഉണ്ട്, മദ്ദളമുണ്ട്. അതിൽ തൊപ്പി മദ്ദളം എന്ന് പറയുന്ന ചെറിയ മദ്ദളമുണ്ട്, ശുദ്ധ മദ്ദളമുണ്ട്. ഈ വാദ്യം മാത്രമേ അതിലുള്ളൂ കാര്യമായിട്ട്.
പിന്നെ അതിലെന്താണെന്ന് വെച്ചാൽ വേഷവിധാനങ്ങളിലൊക്കെ മാസ്കുകൾ ഉപയോഗിക്കുന്നുണ്ട്, മൂടുപടങ്ങൾ, വുഡൻ മാസ്ക്, മൂടുപടങ്ങൾ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. പല കഥാപാത്രങ്ങൾക്കും അത് ഉപയോഗിക്കുന്ന ഒരു സംസ്കാരം കൃഷ്ണാട്ടത്തിൽ കണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഈ മൂടുപടങ്ങൾ ഉപയോഗിച്ചും വുഡൻ മാസ്ക് ഉപയോഗിച്ചും അല്ലാതെ മുഖത്ത് ചമയങ്ങളൊക്കെ ആയിട്ടും വേഷവിധാനത്തോടു കൂടിയും പല കഥാപാത്രങ്ങൾ, അത് ഏതൊക്കെ വേണമെങ്കിലാവാം, കംസനാവാം, അക്രൂരനാവാം, ശ്രീകൃഷ്ണൻ, ബലരാമൻ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അനവധി കഥാപാത്രങ്ങൾ, ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ട് വരുന്ന ഭാഗവതത്തിലെ അനവധി കഥാപാത്രങ്ങളുടെ ഒരു രംഗാവിഷ്കാരം ഈ കഥകളിലൂടെ നിർവഹിക്കപ്പെടുന്നു. അടിസ്ഥാനപരമായ ഭാവം എന്ന് പറയുന്നത് ഭക്തിയാണ്. നൃത്തം വളരെ പ്രധാനമാണ്. രാസക്രീഡ തുടങ്ങിയ രംഗങ്ങളൊക്കെ അവതരിപ്പിക്കുമ്പോൾ അതിൽ മുല്ലപ്പൂ ചുറ്റൽ എന്നൊക്കെ പറഞ്ഞ അതിമനോഹരമായ നൃത്തഖണ്ഡങ്ങൾ കൃഷ്ണാട്ടത്തിലുണ്ട്. എങ്കിലും ഈ നൃത്തത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കലാരൂപമാണെങ്കിൽ തന്നെ ഭക്തിയാണ് അതിൻ്റെ ഒരു അടിസ്ഥാന കേന്ദ്ര ഭാവമായി അതിൽ വിരാജിക്കുന്നത്. അതുകൊണ്ടാണോ എന്ന് കൃത്യമായി നമുക്കറിയില്ല. കൃഷ്ണാട്ടം ഒരു കാലത്ത് ഉത്തര കേരളത്തിൽ വളരെ അധികം അംഗീകരിക്കപ്പെട്ട ഒരു കലാരൂപമായിരുന്നെങ്കിലും പിൽക്കാലം അത് പല സ്ഥലങ്ങളിലും ഇല്ലാതെയായി. അവസാനം അത് ഗുരുവായൂർ ദേവസ്ഥയിൽ ഒരു വഴിപാടായി മാറി. ഇപ്പോൾ ഗുരുവായൂർ ദേവസ്ഥയിൽ മാത്രമേ കൃഷ്ണാട്ടം പഠിപ്പിക്കുന്നുള്ളൂ, ഗുരുവായൂർ ദേവസ്ഥത്തിന് ട്രൂപ്പ് മാത്രമേ കൃഷ്ണാട്ടം അവതരിപ്പിക്കുന്നുള്ളൂ. അത് വഴിപാടായിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ ഏത് ഭക്തയ്ക്കും വേണമെങ്കിൽ അവിടെ ഒരു വഴിപാടായിട്ട് പറയാം. ആ അവതരണം അവിടെ നടക്കും. ഏത് കഥയ്ക്കാണോ നിങ്ങൾക്ക് ആവശ്യം എന്ന് വെച്ചാൽ ആ കഥ അവിടെ അവതരിപ്പിച്ച് അതിൽ പ്രഗത്ഭരായിട്ടുള്ള ആചാര്യന്മാർ, കുത്തനൂർ, പാലക്കാട്ട്, കിഴക്കൻ പാലക്കാട്ട് കുത്തനൂർ എന്ന് പറയുന്ന പ്രദേശത്തെ 2 കുടുംബങ്ങളാണ്. കുത്തന്നൂരിലുള്ള പണിക്കർ എന്ന സ്ഥാനത്തിൽ അറിയപ്പെടുന്ന, എന്ന സ്ഥാനം അലങ്കരിക്കുന്ന 2 കുടുംബക്കാരാണ് പാരമ്പര്യമായി കൃഷ്ണാട്ടം അവതരിപ്പിച്ച് പോന്നിട്ടുള്ളത്. അവർ ആദ്യമൊക്കെ സാമൂതിരിയുടെ സംഘത്തിലായിരിക്കും. പിൽക്കാലം ഗുരുവായൂർ ദേവസ്ഥയിൽ വന്നപ്പോൾ ഗുരുവായൂർ ദേവസ്ഥയിൽ അവർ ജീവനക്കാരായി, അവിടെ കലാകാരന്മാരായി വിവിധ വേഷങ്ങൾ അവതരിപ്പിച്ചു. പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന് ഈ ഗുരുവായൂർ ദേവസ്ഥയിൽ ഒതുങ്ങിപ്പോയത് കൊണ്ട്, അതിന് വേദികൾ പലതും കിട്ടാതെ വന്നതുകൊണ്ട്, അതൊരു പക്ഷേ പിൽക്കാലം കഥകളി പിൻപേ കഥകളി വരികയും കഥകളി വളരെ പ്രചാരത്തിലാവുകയും കഥകളി കേരളത്തെ മുഴുവൻ ഒരു നിലയ്ക്ക് ഒരു ലാവണ്യ തീക്ഷ്ണമായ ഒരു കലാരൂപം എന്ന നിലയിൽ കീഴടക്കുകയും ചെയ്തതുകൊണ്ടാണോ എന്നറിയില്ല, കൃഷ്ണാട്ടം നാമാവശേഷമായി തീർന്നു. അതുകൊണ്ട് കൃഷ്ണാട്ടത്തിൻ്റെ ഒരു പരിമിതി എന്നത് അത് അധികം ആളുകളുമായിട്ട് സംവദിക്കുന്നില്ല. വലിയ പ്രേക്ഷകരുമായിട്ട് സംവദിച്ചാൽ മാത്രമേ കലാരൂപങ്ങൾ കാലത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അത് അതിൻ്റെ അതിജീവനം സാധ്യമാകൂ. അങ്ങനെ കാലത്തിനൊപ്പം നീങ്ങാനോ കാലാതീതമായി തീരാനോ വേണ്ട പല വിഭവങ്ങളും കൃഷ്ണാട്ടത്തിലുണ്ടെങ്കിലും കൃഷ്ണാട്ടം നാമാവശേഷമായി തീർന്നു. അത് ഗുരുവായൂർ ദേവസ്ഥയിൽ മാത്രം ഒതുങ്ങി. അത് ഭക്തർക്കുള്ള ഒരു വഴിപാടായിട്ട് മാറി. അത് കാണുന്നവർ കൂടുതലും ഭക്തരായി. ലാവണ്യബോധം നിറഞ്ഞ ആളുകൾക്ക് മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്ന കഥകളി പോലുള്ള ഒരു കലയുടെ പ്രസക്തിയും പ്രാധാന്യവും സമ്മതിയും കൃഷ്ണാട്ടത്തിന് ലഭിക്കാതെ പോയി. എങ്കിൽ പോലും പിൽക്കാലം കഥകളി പോലുള്ളൊരു കലാരൂപത്തെ, ഒരുപക്ഷെ മോഹിനിയാട്ടം പോലുള്ള നൃത്തകലാരൂപത്തെ ഒക്കെ സ്വാധീനിക്കാൻ, നൃത്ത സങ്കേതങ്ങളിൽ സ്വാധീനിക്കാൻ പ്രാപ്തമായ ഒരു കലാരൂപം എന്ന നിലയിൽ കൃഷ്ണാട്ടത്തിന് സവിശേഷമായ പ്രസക്തിയുണ്ട്. മാർത്ത ആഷ്ടൺ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ഗവേഷക കൃഷ്ണാട്ടത്തെ പുരസ്കരിച്ച് വളരെ ആധികാരികമായിട്ടൊരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും വേദികളില്ലാതെ, പല സ്ഥലങ്ങളിലും അവതരിപ്പിക്കാനായി അവസരങ്ങൾ കിട്ടാതെ, ഈ കൃഷ്ണാട്ടം മറ്റ് കലകളോട് മത്സരിക്കാൻ പ്രാപ്തിയില്ലാതെ കൃഷ്ണാട്ടം അതിൻ്റെ പഴയ പ്രതാപം അതിനൊരു കാലത്തും വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. വളരെ പ്രഗത്ഭരായിട്ടുള്ള കലാകാരന്മാർ, നല്ല താളസ്ഥിതിയും നല്ല വാസനയും നല്ല സംഗീതബോധവും ഒക്കെ ഉള്ള ആളുകൾക്കാണ് ഇത് അവതരിപ്പിക്കാൻ പറ്റുക. അതിൽ പാട്ടുകാർ വേണം, അതിൽ ബദ്ദളക്കാർ വേണം, ചുട്ടിക്കാർ വേണം, വേഷക്കാർ വേണം. പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ടും കൃഷ്ണാട്ടം എന്ന കലാരൂപം വളരെ സവിശേഷങ്ങളായ ഒരുപാട് നൃത്ത സങ്കേതങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ നൃത്തകലാരൂപം ഇന്ന് ഗുരുവായൂർ ദേവസ്ഥയിൽ മാത്രമായി ഒതുങ്ങിക്കൂടിയിരിക്കുന്നു. എങ്കിലും ഇത്രയും കാലമായിട്ട് ആ കലാരൂപം വലിയ പരിക്കുകളൊന്നും കൂടാതെ നിലനിന്ന് പോയിരുന്നു. പല പരിഷ്കാരങ്ങളും അതിനിടയിൽ അതിലേക്ക് വന്നു.
അതിൻ്റെ കഥകളി സംഗീതത്തിൻ്റെ രൂപത്തിൽ കർണാടക സംഗീത രാഗങ്ങളൊക്കെ ചേർത്ത് അതിനെ പരിഷ്കരിക്കുകയുണ്ടായി. അതിൻ്റെ നൃത്തത്തിലുമൊക്കെ കഥകളിക്കാരൊക്കെ ഇടപെട്ട് അതിൽ പല വ്യത്യാസങ്ങളും വരുത്തിയിട്ടുണ്ട്. എങ്കിൽ പോലും കൃഷ്ണാട്ടം എന്ന കലയ്ക്ക് തനതായൊരു വ്യക്തിത്വമുണ്ട്, തനതായൊരു സ്വത്വമുണ്ട് എന്ന് തിരിച്ചറിയാൻ പ്രാപ്തമായ വിധത്തിൽ ഈ കലാരൂപം ഇന്നും നിലനിൽക്കുന്നു എന്നത് സന്തോഷകരമായ, ആശ്വാസകരമായ ഒരു കാര്യമാണ്. നന്ദി.